സൽമാൻ ഖാനെ ഒരു തീവ്രവാദിയായി പ്രഖ്യാപിച്ചു. നൂറുകണക്കിന് ആർട്ടിക്കിളുകളാണ് മാധ്യമങ്ങളിൽ ഇതേപ്പറ്റി ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. സൽമാൻ ഖാനെ പാകിസ്ഥാൻ ഒരു തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിൽ പ്രതികരിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള കമന്റ്സ്, മീംസ് എല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചുകൊണ്ട് പലരും ഇതിനെ ഒരു ആഘോഷമാക്കിയിരിക്കുകയാണ്. ചിലർ പറയുന്നു പാകിസ്ഥാൻ തങ്ങളുടെ ഹയസ്റ്റ് സിവിലിയൻ ബഹുമതി നൽകി സൽമാൻ ഖാനെ ആദരിച്ചിരിക്കുന്നുവെന്ന്. എന്നാൽ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? അതായത് റീസെന്റ്ലി സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ വെച്ച് ഒരു വലിയ ഗ്ലോബൽ എന്റർടൈൻമെന്റ് ഫോറം സംഘടിപ്പിച്ചിരുന്നു. നിരവധി സെലിബ്രിറ്റികൾ പങ്കെടുത്ത ഈ പ്രോഗ്രാമിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്ത 3 ഖാൻമാരിൽ ഒരാൾ സൽമാൻ ഖാൻ ആയിരുന്നു. ഇന്ത്യൻ സിനിമയുടെ ഗ്ലോബൽ ഇൻഫ്ലുവൻസിനെ പറ്റി വാചാലനായ സൽമാൻ ഇന്ത്യൻ മൂവികൾ വിദേശ രാജ്യങ്ങളിലും, ഉദാഹരണത്തിന് ബലൂചിസ്ഥാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലൊക്കെയുള്ള ജനങ്ങളും ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പാകിസ്ഥാന്റെ ഭാഗമായ ബലൂചിസ്ഥാനെ സൽമാൻ ഖാൻ മറ്റൊരു രാജ്യമായി വിശേഷിപ്പിച്ചത് അബദ്ധവശാലാണോ എന്നറിയില്ല. ഒരുപക്ഷെ ഒരു അബദ്ധം സംഭവിച്ചതാകാം. എന്നാൽ ഇതിന് പിന്നാലെ പുറത്തു വന്ന ഒരു ഡോക്യുമെന്റ് പിന്നീട് വിവാദങ്ങൾക്ക് മുഴുവൻ തിരികൊളുത്തുകയായിരുന്നു. ഈ ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ ബലൂചിസ്ഥാൻ ഗവൺമെന്റ് ഒരു ആന്റി ടെറർ നിയമത്തിന് കീഴിൽ സൽമാൻ ഖാനെ ഒരു തീവ്രവാദിയായി പ്രഖ്യാപിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഈ ഡോക്യുമെന്റ് ജെനുവിൻ തന്നെയാണോ എന്ന സംശയം നിലനിന്നിരുന്നു. കാരണം നിരവധി സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഈ ഡോക്യുമെന്റിൽ നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ പാകിസ്ഥാന്റെ കാര്യമല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. മുൻപൊരിക്കൽ ഇവരുടെ PM തന്നെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ ഐ കണ്ടം, ഞാൻ ഖേദിക്കുന്നു എന്ന് എഴുതുന്നതിന് പകരം ഐ കോണ്ടം എന്ന് എഴുതിവിട്ട പാർട്ടിയാണ്. അതുകൊണ്ട് ഇക്കാര്യം കൊണ്ട് മാത്രം ഇത് ഒരു ജെനുവിനായ ഡോക്യുമെന്റ് ആണോ അല്ലയോ എന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ ഈ ഡോക്യുമെന്റിൽ ഒന്നും കൂടി ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും CNIC നമ്പർ. അതായത് CNIC നമ്പർ എന്നാൽ പാകിസ്ഥാൻ അവരുടെ സിറ്റിസൺസിന് കൊടുക്കുന്ന ഒരു നമ്പറാണ്, നമ്മളുടെ ആധാർ നമ്പറൊക്കെ പോലെ തന്നെ. എന്നാൽ ഈ നമ്പർ എങ്ങനെയാണ് ഒരു ഇന്ത്യൻ പൗരനായ സൽമാൻ ഖാന്റെ പേരിൽ ഉണ്ടാകുക? ഇതേതാണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ പേരിൽ ആധാർ കാർഡ് ഇറക്കിയ പോലെയുണ്ട്. മാത്രമല്ല ഈ ഒരു കാര്യത്തിൽ പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒഫീഷ്യലായ ഒരു പ്രസ്താവനയും ഇതുവരെ വന്നിട്ടില്ലാത്തതിനാൽ ഇത്തരത്തിൽ പ്രചരിക്കുന്ന ഡോക്യുമെന്റ് ഏകദേശം ഫേക്ക് ആണെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. എന്നാൽ മാധ്യമങ്ങൾ ഇതിനെ അങ്ങ് ആഘോഷമാക്കുകയാണ്. എന്തൊക്കെയായാലും ഈ ഒരു വിഷയം ബലൂചിസ്ഥാൻ ലിബറേഷൻ മൂവ്മെന്റിന് കൂടുതൽ ലോകശ്രദ്ധയെ ആകർഷിക്കുവാൻ ഒരു കാരണമാകുകയും ചെയ്തിട്ടുണ്ട്.